തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ഉഗ്രൻ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് നേട്ടമാകുമോ? അല്ലെങ്കിൽ സമീപകാലത്ത് സമാനതകളില്ലാത്ത ഈ തോൽവി LDFന് തിരിച്ചടിയാകുമോ? തദ്ദേശ ഫലം നിയമസഭാ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നോക്കിയാൽ ആരാകും നേട്ടം കൊയ്യുക? ലോക്സഭാ ഫലത്തേക്കാൾ മോശമാണോ മികച്ചതാണോ ഇടതിൻ്റെ നിലവിലെ നില? നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം അത്ര ഏകപക്ഷീയമാകില്ല എന്നാണ് തദ്ദേശത്തിലെ വോട്ടുനില താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. എങ്ങനെയൊക്കെയാകും മാറ്റങ്ങൾ? നേട്ടം ആവർത്തിക്കാൻ NDAക്ക് ആകുമോ എന്നതും നിർണായകമാണ്. ആദ്യം RDX റാപ്പ് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ വോട്ട് കണക്കുകൾ മാറി മറിയുന്നതാണ് ചിത്രം. ഇതേ വിധമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം ചിന്തിക്കുന്നത് എങ്കിൽ UDF നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് കണക്ക്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് LDF അവരുടെ വോട്ട് നില വളരെ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. തദ്ദേശ ഫലം നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ UDFന് 80 സീറ്റിൽ ഭൂരിപക്ഷമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് 110 ആയിരുന്നു. വെറും 19 സീറ്റിന്റെ വോട്ട് ഷെയർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ LDF അത് 58 ആക്കി. നിലവിലെ വോട്ട് നിലയിൽ വയനാട്, മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ UDFന് ആധിപത്യമാണ്. കോഴിക്കോടും കാസർഗോഡും കോട്ടയത്തും ഇടുക്കിയിലും UDFന് മുൻതൂക്കമുണ്ട്. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇടതുമുന്നണി ഭൂരിപക്ഷം നേടും. കണ്ണൂരിൽ ഒറ്റ സീറ്റിന്റെ ഭൂരിപക്ഷമാകും വോട്ടുനില വിശകലനം ചെയ്താൽ LDFന് കിട്ടുക. തൃശൂരിൽ ലോക്സഭാ സീറ്റ് നേടിയ BJP ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ ആധിപത്യം പുലർത്തുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത്. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യത. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് 11 ആയിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് ഇതിനകം തന്നെ വിധിയുടെ വിശദാംശങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. 6 കോർപ്പറേഷനുകളിൽ 4ഇടത്ത് UDF, 1 വീതം LDFും NDAയും ആണ് എന്ന് നമുക്കറിയാം. ജില്ലാ പഞ്ചായത്തിൽ 7ഇടത്ത് UDF ആണ്, 7ഇടത്ത് LDF. ജില്ലാ പഞ്ചായത്തിൽ 2 പേര് സമാസമാണ്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 504 എണ്ണത്തിൽ UDF, 341 LDF, 26 പഞ്ചായത്തുകളിൽ മാത്രമാണ് BJP ഉള്ളത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 79 UDF, 63 LDF. 79 UDF, 63 LDF. ഇലക്ഷൻ നടന്ന 86 മുനിസിപ്പാലിറ്റികളിൽ 54 UDF, LDF 28, NDA 2. ഒന്നിൽ മറ്റുള്ളവർക്കും ഭൂരിപക്ഷമുണ്ട്. NDA ഭൂരിപക്ഷം തേടിയ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും കേവല ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് അവരെ അലട്ടുന്ന ഒരു സംഗതി. NDA തദ്ദേശ ഫലം നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ചിത്രം എങ്ങനെയാണ് എന്ന് നോക്കിയാൽ UDFന് ഭൂരിപക്ഷം 80 സീറ്റിലാണ്. LDF 58 മണ്ഡലങ്ങളിലും NDA 2 മണ്ഡലത്തിലുമാണ് ഭൂരിപക്ഷമുള്ളത്. അങ്ങനെ പരിശോധിച്ചാൽ തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ 10ഇടത്ത് LDF, 2ഇടത്ത് വീതം UDFും NDAയും എന്നതാണ് അങ്ങനെ നോക്കിയാൽ കാണുക. കൊല്ലത്തെ 11 മണ്ഡലങ്ങളിൽ 7ഇടത്ത് LDFിൻ്റെ മുൻതൂക്കമുണ്ട്, 4ഇടത്ത് UDF ആണ്. ആലപ്പുഴയിലെ 9 മണ്ഡലങ്ങളിൽ 7ഇടത്ത് LDF ആണ്, 2ഇടത്ത് UDFനും ഭൂരിപക്ഷമുണ്ട്. തൃശ്ശൂരിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11ഇടത്തും LDF ആണ്, 2ഇടത്ത് UDF ആണ്. ഒരിടത്ത് പോലും തൃശ്ശൂരിൽ NDAക്ക് ലീഡില്ല. പാലക്കാട് ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 LDF, 4 UDF എന്നതാണ് നില. കണ്ണൂരിൽ LDFന് ഒറ്റ സീറ്റിൻ്റെ ഭൂരിപക്ഷമാണ്. 11 മണ്ഡലങ്ങളിൽ 6ഇടത്ത് LDF ആണ്. വയനാട്, മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ എതിരാളികളില്ലാതെയാണ് UDFിൻ്റെ ഇപ്പോഴത്തെ നില. അതിശക്തമായുള്ള നിലയാണ്. കോഴിക്കോട് 13 മണ്ഡലങ്ങളിൽ 10 എണ്ണത്തിലും UDF ആണ്, 3 മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ LDF മുന്നിട്ട് നിൽക്കുന്നത്. കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ 4ഇടത്ത് UDF ആണ്, 1 മാത്രം LDF എന്നതാണ് നില. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 6ഇടത്ത് UDF ആണ്, ഇടുക്കിയിലെ 6ൽ 4ഇടത്ത് UDF ആണ്. അവിടെയൊക്കെ UDFന് മുൻതൂക്കമാണ്. BJP തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക് ഭൂരിപക്ഷമുള്ളത്. ആ നിലക്ക് നോക്കിയാൽ ലോക്സഭാ സീറ്റുള്ള തൃശ്ശൂരിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലും BJPക്ക് മുൻതൂക്കമില്ല, ഒരിടത്തു പോലുമില്ല. 2024 ലോക്സഭാ ഫലം നിയമസഭാ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ സീറ്റ് നില UDF 110, LDF 19, NDA 11 എന്നതായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം LDF 99, UDF 41, NDA 0. 2021 എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെയാണ്. 20 തദ്ദേശ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 കോർപ്പറേഷനും 11 ജില്ലാ പഞ്ചായത്തും LDF സ്വന്തമാക്കിയിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട്. 550 പഞ്ചായത്തുകളും 110 ബ്ലോക്കുകളിലും 44 നഗരസഭകളിലും LDF കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ വാർഡുകളെ നിയമസഭാ പരിധിയിലേക്ക് മാറ്റുകയാണ് ഈ നമ്മളീ പറയുന്ന കണക്കുകൾക്ക് ആധാരം. തെരഞ്ഞെടുപ്പ് ഡാറ്റ വിശകലനം ചെയ്തത് ഓപ്പൺ ഡാറ്റ കേരള എന്ന സ്വതന്ത്ര കൂട്ടായ്മയാണ്. അവരുടെ കണക്കാണ് പല മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വരുന്നത്. പിന്നീട് മാധ്യമങ്ങൾ അവരവരുടേതായ കണക്കൂട്ടലുകൾക്ക് കൂടെ കടക്കും. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചതിന് ആധാരം ഈ പറഞ്ഞ സംഘടനയുടേതാണ്. പക്ഷേ ഇതിപ്പം ഓരോ തെരഞ്ഞെടുപ്പും ഓരോ രീതികളാണ്. മനുഷ്യർ വോട്ട് ചെയ്യുന്നതിന് അവരവരുടേതായ
ഒരു കണക്കുകൂട്ടലുകളുണ്ട്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയോ കണക്കുകൾ വെച്ചിട്ട് അതിൽ നിന്ന് കണക്കുകൾ എടുത്തിട്ട് ഇത് തന്നെയായിരിക്കും നിയമസഭയിലേക്ക് സംഭവിക്കുക എന്ന് പറയുക സാധ്യമല്ല. പക്ഷേ ചില സൂചകങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഉണ്ടാവുകയും ചെയ്യും. എന്താ കാണുന്നത്? തീർച്ചയായും ചില സൂചനകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ 2010-ലെയും 2015-ലെയും ഒക്കെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, 2020-ലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒക്കെ സെമി ഫൈനലായി പ്രവർത്തിച്ചു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനുശേഷം 2011-ൽ UDF അധികാരത്തിൽ വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2015-ൽ 16-ൽ LDF അധികാരത്തിൽ വരുന്നു, 2021-ലും LDF അധികാരത്തിൽ വരുന്നു. അതിന് തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചന തന്നെയായിരുന്നു തന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇവിടെ എന്താണ് UDFന് മേൽക്കൈ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഈ സെമി ഫൈനലിൽ UDF മികച്ച നിലവാരത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് വിലയിരുത്തുക സാധ്യമായിട്ടുള്ളത്. ഇപ്പോൾ മനോരമയിൽ കാണുമ്പോൾ 80 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന് അപ്പുറത്താണ്, 71-ന് അപ്പുറത്താണ് ആ 80 മണ്ഡലങ്ങളുടെ കണക്ക്. പക്ഷേ ഏതാണ്ട് 58 മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്കും അവിടെ അനുവദിക്കുന്നുണ്ട്, 2 മണ്ഡലങ്ങൾ അവിടെ BJPക്കും ഉണ്ട് എന്നാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ കണക്കിൻ്റെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിലാണ്. കാരണം ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളുമാണ് എടുക്കുന്നതെങ്കിൽ അത് കുറേ കൂടി വ്യക്തതയുള്ള കണക്കായേനെ. ഇതിപ്പോൾ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ആ നിലയ്ക്ക് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയില്ല. കാരണം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ പല ഘടകങ്ങൾ പ്രവർത്തിക്കും. വ്യക്തിയുമായിട്ടുള്ള പരിചയം, സ്ഥാനാർത്ഥികളുമായിട്ടുള്ള ആളുകളുടെ പരിചയം, ഇതൊക്കെ അവരുടെ വ്യക്തിപ്രഭാവം, ഇതെല്ലാം പ്രാദേശിക തലത്തിൽ പ്രകടമാകുന്ന വിഷയങ്ങളാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ അങ്ങനെയല്ല. ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ ഏകദേശം പകുതിയോളം ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വരും. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തതയോടെയുള്ള ഒരു കണക്ക് കിട്ടും. ആ കണക്ക് ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമ്മളും അത് പരിശോധിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ കണക്ക് വരും ദിവസങ്ങളിൽ കൃത്യമായ ഒരു കണക്ക് നാളെ തന്നെ മിക്കവാറും അത് ആയേക്കും. അപ്പോൾ ഇതിനകത്ത് ആ നില ഇപ്പോൾ വന്ന കണക്ക് തന്നെ എടുത്ത് പരിശോധിച്ചാൽ പോലും BJP കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം 11 ഇടത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയതാണ്. ഒന്നാം സ്ഥാനത്ത് 11 ഇടത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പോടെ BJPയുടെ വലിയ കുതിച്ചുകയറ്റമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പൊതുവെ വിലയിരുത്തിയത് ഞാനിപ്പോഴും ഓർക്കുകയാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മുന്നേറ്റത്തെക്കുറിച്ചല്ല കൂടുതൽ ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത്. പഞ്ചായത്തിലെ വാർഡുകൾ ധാരാളം പിടിച്ചെടുക്കും, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏതാണ്ട് BJPയുടെ കയ്യിൽ ഒതുങ്ങും എന്നൊക്കെ പറഞ്ഞു. ഈ മുന്നണി എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 മുന്നണികളിൽ ആണ് ഇതെല്ലാം ഒതുങ്ങുന്നത്. അതിനിടയ്ക്ക് ഈ പറഞ്ഞ 10, 15, 16% വോട്ടുകൾ BJPക്ക് പോകുന്നു, അല്ലെങ്കിൽ NDAക്ക് പോകുന്നു എന്ന് ഒഴിച്ചാൽ അത് NDA എന്ന് കണക്കാക്കേണ്ടതില്ല, BJP തന്നെയാണ്. ആകെ BDJS എന്ന് പറയുന്ന അതിൻ്റെ സഖ്യ പാർട്ടിക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 5 വാർഡാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അത് മരണം സംഭവിച്ച ഒരു പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടിക്ക് 75, വെൽഫെയർ പാർട്ടിക്ക് 76 ഇടത്ത് വെൽഫെയർ പാർട്ടി ജയിച്ചു. SDPI 100-ലേറെ 114 സ്ഥലത്ത് SDPI ജയിച്ചു. അവിടെ BDJS ആകെ ജയിച്ചിരിക്കുന്നത് 5 ഇടത്താണ്. അപ്പോൾ അതേതാണ്ട് മരണം സംഭവിച്ച പാർട്ടി തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. അപ്പം അത് NDA എന്ന മട്ടിൽ തന്നെ നമുക്കതിനെ പരിഗണിക്കാം. അങ്ങനെ നമ്മൾ നോക്കിയാൽ NDAയുടെ വോട്ട് ശതമാനം നമ്മളൊന്ന് കണക്കൂട്ടിക്കുക. ഏറ്റവും കൂടുതൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് സെറ്റ് ബാക്കാണ്. അങ്ങനെ നോക്കിയാൽ 15%-നും 16%-നും ഇടയ്ക്കൊക്കെയുള്ള ഒരു വോട്ട് മാത്രമാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് ഇതുവരെ. അതിപ്പോൾ നമ്മൾ പറയുന്നതല്ല കേട്ടോ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ അവർ പ്രസിദ്ധീകരിച്ച് അവർ കണക്ക് കൂട്ടി പറഞ്ഞിരിക്കുന്നത് 16% NDAക്ക്. 16% NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ കണക്ക്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് തിരിച്ചടിയാണ്. കോർപ്പറേഷൻ കിട്ടി എന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി എന്നതുകൊണ്ട് മാത്രം അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി വാർഡുകൾ, കഴിഞ്ഞ തവണ ജയിച്ച വാർഡുകളിൽ ഏതാണ്ട് 500-അടുത്ത് വാർഡുകളിൽ പരാജയപ്പെട്ടു എന്നാണ് ഏകദേശ കണക്കുകൾ ഇപ്പോൾ ലഭ്യമാവുന്നത്. ബാക്കി നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അത്രയും പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ആ ഭരണവിരുദ്ധ വികാരം എന്നത് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ഭരണവിരുദ്ധ വികാരം പ്രാദേശിക തലത്തിൽ പ്രാദേശിക സർക്കാരുകൾ, അതായത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള താരതമ്യത്തിൽ നമ്മൾ നേരത്തെ സുരേഷ് ഗോപിയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ കാര്യം പറഞ്ഞു. തൃശ്ശൂരിലെ എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും
BJP 3-ാം സ്ഥാനത്തേക്ക് പോയി. നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്താലും അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് BJP ഇതാ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള വിലയിരുത്തലിലേക്ക് തൽക്കാലത്തെ സാഹചര്യത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കൂ. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ മാനകമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രയാണ്? 11% മേൽ വോട്ട് മാത്രമാണ് BJP കിട്ടുന്നത്. NDAക്ക് മൊത്തം നോക്കിയാൽ 12%. അതിനുശേഷം വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് ഏതാണ്ട് 17-18% അവർ കുതിച്ചു കയറുന്നത്, ഒരു സീറ്റ് കിട്ടുന്നത്. അത് ഒരു സീറ്റ് കിട്ടിയതുകൊണ്ടുകൂടിയൊക്കെയാണ് അത്രയും വലിയ വോട്ട് ശതമാനത്തിലേക്ക് അവർ പോകുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ പ്രതിഫലിച്ചു കൊള്ളണമെന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളമാണ്. ഇത്രയും സാധ്യതയുള്ളപ്പോൾ പോലും അവർ ഈ താഴേക്ക് വന്നത്. ശബരിമലയടക്കം പല വിഷയങ്ങൾ പറയുന്നു, വികസന വിഷയങ്ങൾ പറയുന്നു. അതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ താഴേക്ക് വരുന്നത് കോർപ്പറേഷൻ എന്നതുകൊണ്ട് മാത്രമാണ് സുരേന്ദ്രനേക്കാൾ മികച്ച ആളാണ് താൻ എന്ന് രാജീവ് ചന്ദ്രശേഖറിന് പറയാൻ കഴിയുക. അതല്ലാതെ അകത്തെ കണക്കൂട്ടൽ അത് ഉണ്ടാവില്ല. അകത്തെ കണക്കൂട്ടലുണ്ടാവില്ല. ആ നിലയ്ക്ക് നോക്കിയാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 18 എത്തിച്ച സുരേന്ദ്രൻ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല, സുരേന്ദ്രൻ തന്നെയാണ് എടുക്കാൻ. ഇനി കോൺഗ്രസിന്റെ കാര്യം എടുത്താൽ കോൺഗ്രസ് ഇപ്പോൾ വിജയിച്ചപ്പോൾ കോന്നി മണ്ഡലം ഈ കണക്കിൽപ്പെടുന്ന ഒരു മണ്ഡലമാണ് കോന്നി. 300 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ ആ കോന്നി മണ്ഡലത്തിനുള്ളിൽ UDFന് ലഭ്യമായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ജനീഷിനെ പോലെ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ആ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം മാറി മറിയാനല്ലേ സാധ്യത. വേറെ ഇപ്പോൾ പത്തനാപുരം മണ്ഡലം എടുത്തു, വളരെ കുറച്ച് 10,000-2,000 വോട്ടിന് താഴെയാണ് പത്തനാപുരം മണ്ഡലത്തിൽ, ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിൽ. അല്ലെങ്കിൽ അങ്ങനെ ഈ രീതിയിൽ ആളുകൾ വരുമ്പോൾ ഈ മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ ഏറ്റുമാനൂർ മണ്ഡലം എടുത്തു നോക്കിയാൽ VN വാസവൻ്റെ മണ്ഡലം, ആ മണ്ഡലത്തിലും ഇത്തവണ UDFന് അനുകൂലമായി ചെറിയ 1000-1000 ചില്ലുവാൻ വോട്ടുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായി ഒരു ഈസി വാക്ക് ഓവർ, ഇപ്പോൾ PMA സലാം പറയുന്നത് ഈസി വാക്ക് ഓവർ കിട്ടുമെന്നാണ്. അങ്ങനെ ഈസി വാക്ക് ഓവർ അദ്ദേഹം വിചാരിക്കുന്നത് മലപ്പുറത്തിരുന്നുകൊണ്ട് വിചാരിക്കുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തെക്കൻ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ഈ കോർപ്പറേഷൻ BJP പിടിച്ചെടുത്ത തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളൊന്നും എടുത്ത് പരിശോധിച്ച് നെയ്യാറ്റിൻകരയും ചിറയൻകീഴ് ഒഴികെ മുഴുവൻ, അതായത് നേമവും വട്ടിയൂർക്കാവും, ഈ 4 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ LDFൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ നിൽക്കുന്നത്. അതിൽ തന്നെ ചിറയൻകീഴിൻ്റെ സാഹചര്യം എന്താണ്? ഈ പറഞ്ഞ 100-300 വോട്ടുകളാണ് ചിറയൻകീഴിലെ വ്യത്യാസം. അത് സാഹചര്യം മാറി മറിയില്ലേ? അപ്പോൾ ഇപ്പുറത്ത് നെയ്യാറ്റിൻകരയിൽ 2000 താഴെ വോട്ടുകളാണ് ഈ കണക്കിൽ കാണിക്കുന്നത്. അത് വേണമെങ്കിൽ മാറി മറിയാം. പിന്നെ നേമവും വട്ടിയൂർക്കാവും അതാർക്കാണ്? അത് BJP ആണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറിയിരിക്കുന്നത്. ആ സാഹചര്യവും മാറി മറിയാം. അതുകൊണ്ട് ഈ കണക്കുകൾ വെച്ച് ഈസി വാക്ക് ഓവർ എന്ന വിലയിരുത്തലിലേക്ക് ഒരു കാരണവശാലും കോൺഗ്രസ് പോകരുത്. ലീഗ് അങ്ങനെ പറയും, കാരണം ലീഗ് ഇപ്പോൾ വേങ്ങരയിലേക്ക് ഭൂരിപക്ഷം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത് സ്വാഭാവികമാണ്. മലപ്പുറത്തെ ഭൂരിപക്ഷം സ്വാഭാവികമാണത്. പക്ഷേ അത് വിചാരിച്ച് വിശ്രമിക്കാനിരുന്നാൽ ഇന്നത്തെ ഈ പറഞ്ഞ പോലെ മനോരമയിലെ കണക്കും വെച്ച് വിശ്വസിച്ച് അങ്ങനെ വിശ്രമിച്ചേക്കാം ഇനി അങ്ങോട്ട് എന്ന് കരുതിയാൽ അത് തിരിച്ചടിയാകും. അവരധ്വാനിക്കുക തന്നെയാണ് വേണ്ടത്. അവരധ്വാനിക്കുക തന്നെയാണ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹർഷ, അതായത് അവർക്ക് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ പറ്റി സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണ് ഇവർക്ക് ജയിക്കാൻ ആവശ്യമായുള്ള 70-71 സീറ്റുകൾ കിട്ടുക എന്ന് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള UDFന് 71 സീറ്റുകൾ എവിടെ കിട്ടും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം നമ്മൾ എത്ര നോക്കിയാലും എത്ര ശരിയിട്ട് കിട്ടിയാലും ഇവരിലേക്ക് എത്തുകയില്ലായിരുന്നു. 20 സീറ്റുകൾ മുസ്ലിം ലീഗ് അങ്ങ് സംഘടിപ്പിക്കും. എറണാകുളത്തെ ചില സീറ്റുകൾ കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇവർ സംഘടിപ്പിക്കുക എന്നൊരു തോന്നലുണ്ടായെടുത്ത് നിന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ മനോരമയുടെ കണക്ക് CPMന് കൂടെ തൃപ്തി നൽകുന്ന ഒരു സന്തോഷം നൽകുന്ന ഒരു കണക്കിനകത്ത് 80 സീറ്റ് കോൺഗ്രസിനുണ്ട്. ഈ മോഹൻലാലിൻ്റെ മറ്റൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് എന്താണെന്നറിയില്ല, എന്തുകൊണ്ടോ എന്നെ ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യം മുഴുവൻ BJP വലിയ പണിയെടുക്കുന്നു. കേരളത്തിലാണെങ്കിൽ സത്യത്തിൽ ഇതുപോലൊരു രാഷ്ട്രീയ പാർട്ടി എന്താ അവർ കഴിഞ്ഞ കാലത്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ ചില നേതാക്കൾ ഒരു അഭിപ്രായം പറയുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അഭിപ്രായം മറ്റൊരാൾ പറയുന്നു. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു നേതാവ്, അവർക്ക് വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു നേതാവ് ഇമാതിരി കുഴപ്പം പിടിച്ച കാര്യങ്ങൾ ലോകം കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് വലിയ മഹാദുഷ്ടത്തരം ചെയ്തിട്ട് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടർ ഓടിച്ചിട്ടും ചായ കുടിച്ചും നടക്കുന്നു. അവർ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും ലക്ഷ്യത്തിൽ നിന്ന് തറക്കുന്നില്ല. പക്ഷേ എന്നിട്ടും കോൺഗ്രസിനെ വലിയ ഇഷ്ടമാണ് ജനങ്ങൾക്ക്. കേരളത്തിൽ കോൺഗ്രസിന് എപ്പോഴും, കോൺഗ്രസിന് വെച്ചാൽ കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDFന് എപ്പോഴും മലയാളികളുടെ ഹൃദയത്തിൽ ഒരിടമുണ്ട് എന്ന് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വീണ്ടും തെളിയിച്ചു. അല്ലാതെ ഈ 10 കൊല്ലത്തിനകത്ത് എന്തെങ്കിലും മഹത്തരമായ കാര്യങ്ങൾ ചെയ്തിട്ടല്ലല്ലോ അവർ വീണ്ടും വരുന്നത്. 2, ഈ പറയുന്ന വാക്കുകൾക്കൂടെ അവർക്ക് എതിർപ്പുണ്ടാകും. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അവരെന്നെ എതിർക്കും. പക്ഷേ നമ്മൾ ഒരു UDF ഭരിക്കുമ്പോൾ 10 വർഷത്തിനപ്പുറത്തുള്ള ആളുകൾക്ക് അത് ഓർമ്മയുണ്ടാവും. ചെറിയ കുട്ടികൾക്ക് ചിലപ്പം ഇപ്പോൾ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആൾക്ക് അറിയില്ലായിരിക്കും.
10 വർഷത്തിനപ്പുറത്ത് സാധാരണ നമ്മൾ കാണുന്നത് UDF ഭരിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ, നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിരന്തരമായിട്ടുള്ള പ്രശ്ന ഉന്നയിക്കലുകൾ, എല്ലാ തരത്തിലുമുള്ള പ്രചണ്ഡമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചാണ് അവസാനം ഈ പറയുന്ന അടുത്ത ഒരു LDFിലേക്ക് ഭരണം മറിയുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. പക്ഷേ ഇവിടെ 10 കൊല്ലം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് എന്താ, അവർ ചെയ്യുന്ന എല്ലാം ഈ വെള്ളത്തിൽ വരക്കുന്ന വര പോലെയാണ് പോകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പറയും, അതിലൊന്നും സംഭവിക്കില്ല. ഈ അവസാനത്തെ സ്വർണ്ണക്കൊള്ള എന്ന സംഗതി ആ ലക്ഷ്യത്തിൽ ചെന്ന് തറക്കുന്നൊരു വലിയ ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ, ഈ വെള്ളാപ്പള്ളി നടേശനോടൊക്കെ സ്വീകരിച്ചിരുന്ന നിലപാടിൽ പിന്നെ ഇവർക്ക് രാഷ്ട്രീയ അബദ്ധം പറ്റിയില്ലായിരുന്നെങ്കിൽ ഇതിനപ്പുറത്ത് കടന്നു പോയേനെ LDFിൻ്റെ നില അവർ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയേനെ എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നു. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടോ ഇഷ്ടമാണ് കേരളത്തിലെ ആളുകൾക്ക് കോൺഗ്രസിനെ എന്ന് കാണണം. അതുകൊണ്ട് കോൺഗ്രസ് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കി. പിന്നെ ഈ പാഠം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയുന്ന ലീഡർഷിപ്പാണ് അവിടെ ഇരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇനിയൊരു 5 വർഷം കൂടെ അധികാരത്തിലില്ലാതെ ലീഗിനും കോൺഗ്രസിനും മുന്നോട്ട് പോവുക വയ്യ. പക്ഷേ അവർക്കതിൽ ആശങ്കയുണ്ടായിരിക്കണം. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് അവർക്ക് നൽകിയിരിക്കുന്നത് വലിയ ശക്തിയാണ്. നമ്മൾ ഈ ഹർഷനിപ്പോൾ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പറഞ്ഞു, പലയിടങ്ങളിലും തൃശ്ശൂരിലും പലയിടങ്ങളിലും അവർക്ക് തിരിച്ചടിയുണ്ട്. പക്ഷേ കോഴിക്കോടൊക്കെ നോക്കൂ, കോഴിക്കോടൊക്കെ പരമ്പരാഗതമായിട്ട് ലെഫ്റ്റിൻ്റെ സ്ഥലങ്ങളിൽ വലിയ മുന്നേറ്റം അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 80 അതിനകത്ത് പ്രശ്നം കഴിഞ്ഞ തവണ മുന്നേറിയ സ്ഥലങ്ങളിൽ പോയി എന്നുള്ളത് അല്ല, പോയി അല്ല, ഈ പറയുന്ന ഹർഷൻ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. പക്ഷേ അങ്ങോട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനുള്ള ഊർജ്ജം നൽകിയാണ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല. അവർ ശക്തിയായിട്ട് പോരാടും. എന്ന് മാത്രമല്ല ഹർഷ, വളരെ പോസിറ്റീവായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണാതിരിക്കരുത്. അത് അവരുടെ ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ്. എത്ര ചെറുപ്പക്കാരായുള്ള നേതാക്കളാണെന്നറിയോ? ഇപ്പം നമ്മളിരിക്കുന്ന, ഞാനും ഹർഷം താമസിക്കുന്ന ഫ്ലാറ്റിൽ വിജയിച്ച ആളാരാണ്? അയാൾ നൗഷാദ് അവിടെ മത്സരിക്കുമ്പോൾ നഗരസഭയിലെ നമ്മുടെ വാർഡിൻ്റെ പേര്, ആ വാർഡിൽ മത്സരിക്കുമ്പോൾ തലക്കോട്ടുമൂല വാർഡിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബദലായിട്ടൊരു വിമത സ്ഥാനാർത്ഥി, 1-2 വിമത സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തന്നെ നേതാക്കൾ വെച്ചു കൊടുത്തു. 3 പേരെയോ മറ്റോ അദ്ദേഹത്തിനെതിരെ വെച്ചു കൊടുത്തു. എന്നിട്ട് ലെഫ്റ്റിന് കിട്ടിയത് 103 വോട്ടാണ്. ഇദ്ദേഹത്തിന് 526 വോട്ട് കിട്ടി. 300-ലേറെ 325 എത്രയോ അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിച്ചു. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ ഇറങ്ങുമ്പോൾ, ഞാൻ രാവിലെ അതിനു മുമ്പേ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിരിക്കെ അദ്ദേഹം 7 മണിക്ക് അവിടെ പത്രമിടാൻ, അദ്ദേഹം പത്രമിടുന്ന ആളാണല്ലോ നമ്മുടെ ഫ്ലാറ്റിൽ, പത്രമിടാൻ വേണ്ടി വന്നിരിക്കും. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ദിവസം എന്ന് വെച്ചാൽ വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ദിവസം പിറ്റേന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു കയ്യിൽ കൊണ്ടുവിട്ടിട്ട് എൻ്റെ ഫ്ലാറ്റിന് മുമ്പാകെ പത്രമിടാൻ വേണ്ടി വരികയാണ്. അവിടെ ദേശാഭിമാനിയടക്കമുള്ള എല്ലാ പത്രമിടുന്നത് നൗഷാദാണ്. അപ്പോൾ ഇമാതിരി വളരെ ഗ്രൗണ്ടിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആണും പെണ്ണുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള നേതാക്കൾ ഈ 10 വർഷത്തിനകം പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ 10 വർഷത്തിനകം കോൺഗ്രസ് എമർജ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരിക്കുക വയ്യ. പിന്നെ BJPയുടെ കാര്യം, BJPക്ക് ഹർഷൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം. 21,865 വാർഡുകളായിരുന്നു 2020 തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്നത്. കേരളത്തിലാകെ 21,865 വാർഡുകൾ ഉണ്ടായിരുന്ന 2020 1640 വാർഡുകൾ BJP വിജയിച്ചിട്ടുണ്ട്. ആകെയാണ് എല്ലാ ഇതും കൂടിയിട്ടാണ്. 23,612 അത് വർദ്ധിച്ചു. ആകെ വാർഡുകളുടെ എണ്ണം 21,865 വാർഡുകളുടെ എണ്ണം 23,612 വാർഡുകളായിട്ട് വർദ്ധിച്ചു 2025 ഈ തെരഞ്ഞെടുപ്പിൽ. അവർക്ക് 1,902 വാർഡുകൾ മാത്രമേ കിട്ടിയുള്ളൂ. 1,640 വാർഡുകൾ കഴിഞ്ഞ തവണ കിട്ടി. ഇപ്പോൾ വേണ്ടത്ര വർധന ഉണ്ടായിട്ടില്ല. 1,902 വാർഡുകൾ മാത്രമാണ്. വാർഡുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചപ്പോഴും നിസ്സാരമായിട്ടുള്ള വർധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സുരേന്ദ്രൻ്റെ കാര്യം ഹർഷം പറഞ്ഞുകൊണ്ട് 2015 1,200 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. 2015 1,200 വാർഡുകളാണ് അവർ 2020 1,640 ആക്കിയത്. അത് 1,902 വാർഡുകളിലേക്ക് മാത്രമേ വളർന്നുള്ളൂ. അത് സത്യത്തിൽ നെഗറ്റീവ് വളർച്ചയാണ് ആ അർത്ഥത്തിൽ നോക്കിയാൽ. അതായത് പിന്നെ എങ്ങനെയാണ് അവർ തീർത്തും തകർന്നിടന്നാണ് അങ്ങനെ വന്നത്. കോവിഡ്, പിണറായി വിജയൻ്റെ ഈ നമ്മുടെ ജനപ്രിയ നടപടികളെല്ലാം ഉള്ളപ്പോഴാണ് BJP ആ വളർച്ച ആ കാലത്തുണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. 10,000 വാർഡും 25% വോട്ടും പിടിക്കും, അതാണ് നമ്മുടെ ലക്ഷ്യം ഈ തവണ എന്ന് പറഞ്ഞത്. 2,000 വാർഡ് പോലും അവർക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ആകെ വല്ലാത്ത തോതിൽ വോട്ട് ശതമാനം ഈ പറഞ്ഞ 16-നും 17-നും ഇടക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മൾ ഒരു തവണ കൂടെ അത് ആവർത്തിക്കാം. ഇടതുപക്ഷവും LDFും UDFും എന്ന നിലക്ക് അതിശക്തമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. രണ്ടുപേരെയും ജനം സ്നേഹിക്കുന്നു, വലിയ തോതിൽ സ്നേഹിക്കുന്നു. എന്നാൽ BJP നിന്നിടത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ കിതക്കുന്നു. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ടാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സ്റ്റെപ്പ് പുറകോട്ടും. അങ്ങനെയാണ് അത് അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ തിരുവനന്തപുരം പോലെ തലസ്ഥാന നഗരത്തിൻ്റെ കോർപ്പറേഷൻ അധികാരം പിടിച്ചു എന്നതുകൊണ്ട് തന്നെയും നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചതെന്ന് വെച്ചാൽ ഗുജറാത്തിൽ അഹമ്മദാബാദ് നഗരസഭ കോർപ്പറേഷൻ പിടിച്ചിട്ടാണ് നമ്മൾ ഗുജറാത്തിലെ തേരോട്ടം തുടങ്ങിയെന്നാണ്. അതുകൊണ്ട് അവർ രാഷ്ട്രീയത്തെ അങ്ങനെ തന്നെ സമീപിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ കൊണ്ട് തന്നെ മഹാത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ അവർക്കുണ്ടായേക്കാം. പക്ഷേ
ആരും പരാജയപ്പെടാൻ വേണ്ടി നിൽക്കുക അല്ല എന്നുള്ള കാര്യം അവർക്ക് കൂടി അറിയാലോ. അതുകൊണ്ട് അവരുടെ മുന്നേറ്റത്തിന് അങ്ങനെ അങ്ങ് കൈവിട്ട് കൊടുക്കാൻ മറ്റുള്ളവരും തയ്യാറാവില്ല എന്ന് കാണാം. വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളുടെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ്. പരിഗണനാ വിഷയങ്ങളും സമീപന രീതികളും പറയുന്ന രാഷ്ട്രീയവും പരിഗണിക്കുന്ന മാനദണ്ഡങ്ങളും വ്യത്യസ്തമാകും. ഒരു നേർരേഖ വരച്ചുള്ള താരതമ്യം അതുകൊണ്ട് തന്നെ അപ്രസക്തവും. എന്നാലും നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള കണക്ക് തരുന്ന ചില ഉൾക്കാഴ്ചകളെങ്കിലുമുണ്ട്. ഏകപക്ഷീയമായ അതിഭീമമായ ഒരു കൺസോളിഡേഷൻ കേരളത്തിൽ ഇനിയും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ ഡാറ്റയിൽ നിന്ന് വ്യക്തമാകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയ NDA തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ 2 ഒതുങ്ങിയതും തീർച്ചയായും ശ്രദ്ധേയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നതുകൊണ്ട് മാത്രം BJPക്ക് ആ മട്ടിൽ നിയമസഭാ സീറ്റുകൾ തൂത്തുവാരാനാകില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. 2026 പൂർണ്ണമായും എഴുതിത്തള്ളും എന്ന UDFന്റെ കടന്ന ആത്മവിശ്വാസത്തിനും ഈ ഡാറ്റാ വിശകലനം ബലം കുറയ്ക്കുന്നുണ്ട്. ഇടവേളയിലേക്ക്.